നോമ്പ് കാലം വരാറായി, നിങ്ങൾ ഒരുങ്ങിയോ? എന്ത് ഒരുങ്ങാനാണെന്നുള്ള ചോദ്യമാണ് ആദ്യം വരുന്നത്. കല്യാണമോ അല്ലെങ്കിൽ വേറെ ഫംഗ്ഷൻ ആണെന്നൊക്കെയുള്ള ചിന്ത എല്ലാവർക്കും വരാം. പക്ഷേ നമ്മൾ ശരീരത്തിന് സജ്ജമാക്കിയോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ. കാരണം നമ്മൾ ചെയ്യുന്ന ലൈഫ് സ്റ്റൈൽ എന്താണ്? നമ്മൾ ഫുഡ് കഴിക്കുന്നു, തോന്നിയ സമയത്ത് കഴിക്കുന്നു, അത് അനിയന്ത്രിതമായി കഴിക്കുന്നു, ജങ്ക് ഫുഡ് കഴിക്കുന്നു, ഫുഡ് കഴിച്ചവിടെ നമ്മൾ ഉറങ്ങുന്നു, ഇനി ഉറങ്ങി എണീച്ചവിടെ ഫുഡ് കഴിക്കുന്നു, ഫുഡ് മിക്സ് ചെയ്ത് കഴിക്കുന്നു, ഒരു കോമ്പിനേഷനിലത്തെ ഫുഡുകൾ കഴിക്കുന്നു, പല ട്രെൻഡിൻ്റെ പിറകെ പോകുന്നു. ഇതിൻ്റെ ഇടക്കാണ് പുണ്യ റംസാൻ വരുന്നത്. ആ സമയത്ത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മളെ ബോഡിയിലെ നമ്മൾ ഷിഫ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ബോഡിയിൽ പ്രശ്നങ്ങൾ വരും. ആ പ്രശ്നങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പ്രോപ്പറായിട്ടുള്ളൊരു ഡീടോക്സിഫിക്കേഷൻ ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ട് പുണ്യ റംസാനായിട്ടുള്ള നോമ്പ് കാലത്തിന് നമ്മൾ വരവേക്കുകയാണ് വേണ്ടത്. അതിന് ആയുർവേദത്തിൽ നമുക്ക് കുറച്ച് ട്രീറ്റ്മെൻറ്റ്സുകൾ ചെയ്യാനുണ്ട്. അത് ഒഴിച്ചിലോ ആവിക്കുള്ളിയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമല്ല. പകരം ആമപാചനമായിട്ട് നമ്മുടെ ടോക്സിൻസിനെ, നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന വിഷത്തിനെ കളയുന്നതിനായിട്ടുള്ള കുറച്ച് ചികിത്സാ രീതികളുണ്ട്. ധാന്യാമ്ലം, അതുപോലെ പൊടിക്കിഴി, ഉദ്വർത്തനം പോലുള്ള ട്രീറ്റ്മെൻറ്റുകൾ ചെയ്തിട്ട് നമ്മൾ ബോഡിയെ ഫിറ്റാക്കി അല്ലെങ്കിൽ ബോഡിയെ പ്രിപ്പയർ ചെയ്ത് നിലനിർത്തേണ്ടതാണ്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നോമ്പുകാലത്തെ സുഖമായി കൊണ്ടുപോകാനും അസുഖം വരാതിരിക്കാനും സാധിക്കുന്നതാണ്.